പ്രായത്തിൻ്റെതായ അസ്വാരസ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇന്നും കുട്ടിത്തം കാത്തുസൂക്ഷിക്കുന്ന 102 വയസ്സുള്ള അമ്മച്ചിയും 92 വയസ്സുള്ള അപ്പച്ചനും കാണുന്നവർക്കൊക്കെ അതിശയമാണ്. കുറച്ച് ഓർമ്മക്കുറവ് വന്നിട്ടുണ്ടെങ്കിലും അച്ചാമ്മ അമ്മച്ചിക്ക് തന്റെ സുഹൃത്തായ അപ്പച്ചനെ കണ്ടപാടെ പിടികിട്ടി. നീ എന്നേക്കാൾ പ്രായം കുറവാണേലും നീ അങ്ങ് മൂത്തുപോയല്ലോ എന്നായി അമ്മച്ചിയുടെ ചോദ്യം. എന്നെക്കാട്ടി മൂപ്പനായിട്ടാ ഇരിക്കുന്ന നിനക്കെന്നാ വിശേഷം ഉണ്ടോടാ? വീട്ടിലേക്ക് വരുന്നോടാ? വരുന്നുണ്ടിൽ പെട്ടെന്നങ്ങ് വരണം, ഇല്ലെങ്കിൽ നീ അങ്ങ് കിടപ്പിലായി പോയാലോ എന്നായി അമ്മച്ചിയുടെ അടുത്ത ചോദ്യം. എത്ര നാളായി കണ്ടിട്ട്. എടാ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ട ഓർക്കില്ല, അപ്പത്തിനല്ലെന്നേ ഓർക്കുള്ളൂ. നമുക്ക് വീട്ടിലോട്ട് പോവാം, ഞങ്ങളുടെ കൂടെ പോരാവോ? ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുപോവാ. താമസിക്കാതെ വരണം. മറ്റേ നീ കിടപ്പായി പോയെങ്കിലോടാ, അത് കണ്ട് നീ നേരത്തെ വരണം. എൻ്റെ പ്രായമൊന്നും ഇല്ല, ഒന്നും ഇല്ല. മെടുക്കൊരു തരവാ, അതൊരു തരവാകുമ്പോൾ ഇവരെ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവനെ തോമാസിൻ്റെ ഇവനെ ക്ഷീണം. ചിരിച്ചും ചിരിപ്പിച്ചും കുശലാന്വേഷണങ്ങളുമായി അച്ചാമ്മ അമ്മച്ചിയും അപ്പച്ചനെന്ന് വിളിക്കുന്ന ജോസപ്പച്ചനും കൂടി പള്ളിയിൽ ചിലവിട്ടങ്ങനെ നേരം പോയതറിഞ്ഞില്ല. പള്ളി വിട്ടിറങ്ങുമ്പോൾ പോരുന്നു എന്റെ കൂടെ എന്നൊരു മാസ് ഡയലോഗ് അടിക്കാനും അമ്മച്ചി മറന്നില്ല. ഞങ്ങളവിടെ പോരുന്നോടാ നീ ഇവിടെ? ഞങ്ങൾ വണ്ടിയിലാ പോകുന്നത്, നീ പോരുന്ന? കൂവപ്പള്ളി ഇടവകയിലെ കിടപ്പുരോഗികൾക്കായി SMYM യുവജനങ്ങൾ ഒരുക്കിയ വിശുദ്ധ കുർബാനയുടെ അവസാനമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്.